അസ്സലാമു അലൈക്കും. നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ ഉണ്ടാകുമല്ലോ. എനിക്കെൻ്റെ ജീവിതത്തിൽ ഇനിയൊരു രക്ഷയില്ല എന്ന് തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ. ആ സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളവിടുന്ന് അനുഗ്രഹങ്ങളോടെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അത്രത്തോളം മഹത്തായിട്ടുള്ള മറ്റെന്ത് കാര്യമാണല്ലേ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു അമലാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അത്രയും ശ്രേഷ്ഠമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ഈ ഒരു റമദാനിൻ്റെ രണ്ടാമത്തെ 10 നമ്മളോട് വിട പറയാനൊരുങ്ങാണ്. എത്ര പെട്ടെന്നാണല്ലേ നമ്മളിൽ നിന്ന് ഈ ഒരു റമദാൻ മാസം കടന്നു പോയത്. നമ്മൾ എന്താ പറയുക, ഒരാഴ്ച കടന്നു പോകുന്ന ലാഘവത്തോടെയല്ലേ ഇപ്പോൾ 10-20 ദിവസം കഴിയാൻ പോകുന്നത്. എനിക്ക് തോന്നിപ്പോവുക, എനിക്ക് കുറച്ചും കൂടെ ഇബാദത്തുകൾ ചെയ്യാനും കുറച്ചുകൂടെ അമലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഇപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഓരോന്നും കാണുമ്പോൾ ഒരുപാട് അമലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, അടുത്ത പ്രാവശ്യത്തെ റമദാനിൽ ആരൊക്കെ ഉണ്ടാവുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലേ. ഈ ഒരു റമദാനെ നമ്മൾ പരിപൂർണമായിട്ടും എല്ലാവരും ഉപയോഗപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു റമദാന് നമുക്കെതിരെ എങ്ങാനും സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ എന്തിനാണ് പറ്റുക? എവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോകും. നമുക്കൊരു ഉയർച്ച ഉണ്ടാകില്ല. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരും, എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ തീരും, എനിക്കും എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നല്ല രീതിയിൽ നോക്കണം, എന്തൊരു കാര്യം വന്നാലും അവർക്ക് മുമ്പിൽ ഞാനുണ്ട് എന്നുള്ള രീതിയിൽ തല ഉയർത്തി നിൽക്കണം എന്ന് നിങ്ങൾ ഓരോ മക്കളും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. ഓരോ മാതാപിതാക്കൾക്കും ഉള്ള ആഗ്രഹമായിരിക്കും തൻ്റെ മക്കൾക്ക് തണലായി നിൽക്കണം, അവരെ നല്ല രീതിയിൽ ഇൻഡിപെൻഡൻ്റായി വളർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഓരോ ആഗ്രഹങ്ങളും നമ്മൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ റബ്ബ് സുബ്ഹാനഹു തആല ഹൈറായിട്ടുള്ള രീതിയിൽ നമുക്ക് നൽകുകയാണെങ്കിൽ അതെത്രത്തോളം സുന്ദരമായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റമദാൻ മാസത്തെ ഈ ഒരു അവസാന നിമിഷങ്ങൾ നിങ്ങൾ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തുക. ഒപ്പം ഈ ഒരു അമലിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്ത് നോക്കുക കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ലേ, നിങ്ങളൊന്നും എവിടെ എത്തൂല, നമ്മൾ തന്നെ ചിന്തിച്ച് പോയിട്ടുള്ള കാര്യമല്ലേ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതിൽ നിന്നൊരു കരകാഴ്ച എനിക്ക് ഉണ്ടാകൂലേ ആവോ, എനിക്കെൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നല്ല രീതിയിൽ നോക്കാൻ പറ്റൂലേ ആവോ, ഞാനും എൻ്റെ ഉപ്പാനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെ പോലെ ജീവിച്ച് മരിച്ച് ഇങ്ങനെ പോവുമായിരിക്കുമോ, എവിടെ എത്താൻ പറ്റൂലേ, ഈ ഒരു കുടുംബത്തിനൊരു അത്താണിയായി നിന്നിട്ട് എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെയൊക്കെ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനും ഒരു വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കൂലേ എന്ന് നമ്മളിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആലോചിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം, തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായിട്ടുള്ളൊരു പ്രയാസം ആയിക്കോട്ടെ വന്നിട്ടുള്ളത്, ആ പ്രയാസത്തിൻ്റെ മുകളിൽ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വിജയം നൽകുക തന്നെ ചെയ്യും. ഇത് വിജയത്തിൻ്റെ അമലാണ്. കാരണം വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള അമലാണ്. നമ്മുടെ റസൂലിനും അള്ളാഹ്ക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്തെന്നറിയോ, നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുക എന്നുള്ള കാര്യം. നമുക്ക് റബ്ബിനോട് സംസാരിക്കാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റെങ്കിലും നിങ്ങൾക്കൊരു 24 മണിക്കൂറിൽ മാറ്റി വെക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഒരു 5 വക്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അല്ലേ, ആ 5 വക്തിലും ഒരു 5 മിനിറ്റ് വീതം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വീതം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ മൂടിക്കെട്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ റബ്ബിൻ്റെ അടുത്തിരുന്ന് നിങ്ങളെ പ്രശ്നങ്ങൾ പറയാം, നിങ്ങളെ പ്രയാസങ്ങൾ പറയാം, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ വിള്ളലുകളും പറയാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ പറയാം. ഇതൊക്കെ നിങ്ങൾ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ പ്രശ്നം വന്നോട്ടെ അതിന് മുൻപിലായിട്ട് ഒരു പ്രതീക്ഷ ഉണ്ട്, ഒരു കാര്യം റബ്ബ് സുബ്ഹാനഹു തആല നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും. ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിത്തനയാകുന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ടല്ലേ. എന്തുകൊണ്ടാണിത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ എല്ലാത്തിനും റബ്ബ് സുബ്ഹാനഹു തആലയുടെ പൂർണ്ണ സഹായവും പിന്തുണയും ഉണ്ടാകുന്ന ഒരു അമല് തന്നെയാണ് ഈ റമദാൻ മാസം നമുക്ക് അനുകൂലമാകുന്ന രീതിയിൽ സാക്ഷി പറയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു റമദാൻ മാസം നമുക്കെതിരെ എങ്ങാനും സാക്ഷി നിന്നാണ്ടല്ലോ
നമ്മളുടെ ജീവിതം ഈ ലോകത്തെയും പോയി അടുത്ത ലോകത്തെയും പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് റമദാൻ കിട്ടുന്നില്ല. ഈ വർഷത്തോടു കൂടെ നമ്മളുടെ റമദാൻ കഴിയാണ്. അടുത്ത വർഷം ആകുന്നതിൻ്റെ മുമ്പ് നമ്മൾ മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കേട്ടു നാളെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. എത്രയും ദിവസങ്ങൾ നമുക്ക് കിട്ടി, എത്രത്തോളം അമലുകൾ നമ്മൾ ചെയ്തു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. എത്രത്തോളം ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു എന്ന് നിങ്ങൾ ആലോചിച്ച് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണേ. ഒരു കണ്ണുനീർ തുള്ളി നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുകയാണെങ്കിൽ അതിൽ ഓരോ ഭാഗങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു തആല പ്രത്യേക പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ്. ആ കണ്ണീരൊഴുകിയ സ്ഥലം നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ നിൽക്കും എന്നുള്ളതാണ്. റബ്ബേ, ഞാൻ നിങ്ങളോട് പൊറുക്കലിനെ തേടിയിട്ടുണ്ട് എന്ന് ആ കണ്ണ് പറയും, നിങ്ങളുടെ നാവ് പറയും റബ്ബിൻ്റെ അടുത്ത്. നിങ്ങൾക്കറിയോ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറയുണ്ടായി. എന്തെന്നറിയോ? നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, പരലോകത്ത് നിന്ന് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുപോകുന്ന സമയത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി വരും അവിടേക്ക്. എന്തിനാണെന്നറിയോ? നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ വേണ്ടിയിട്ട്. എന്തിനാണ് റബ്ബെ അവനെ കൊണ്ടുപോകുന്നത്, എന്തിനാണ് അവനെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയത്രേ, റസൂലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇവൻക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുള്ളത് അതിശക്തനായാണ്. കാരണം അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയത്തരെ. അപ്പോൾ റസൂൽ പറയത്തരെ, അത്രയും ശക്തനായിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുത്തരെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയത്തരെ അവിടുന്ന്, അത് റമളാനാണ് എന്നുള്ളത്. റമളാനിൽ പോലും നമ്മൾ റബ്ബിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാൻ അവനക്ക് സമയം കിട്ടിയില്ലേ എന്ന് ചോദിച്ചിട്ട് റസൂലിൻ്റെ ആ ഒരു ഹൃദയം വല്ലാതെ വേദനിക്കും എന്നാണ്. അവനെ കൊണ്ടുപോയിക്കോളൂ, ശിക്ഷിച്ചോളൂ എന്ന് റസൂൽ അവിടുന്ന് പറയും. അവൻക്ക് ശുപാർശ ചെയ്യില്ല എന്നല്ല പറഞ്ഞ്, റമളാനാണ് സാക്ഷി പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവൻക്ക് ശുപാർശക്കായിട്ട് ഞാനില്ല എന്ന് റസൂൽ അവിടുന്ന് പറയത്രേ. റസൂൽ മനസ്സ് ഇടങ്ങേറായി അവിടുന്ന് പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, എത്ര ആളുകൾ ഈ ഒരു റമളാൻ 19 എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നമ്മളൊരു ചീത്ത കാര്യങ്ങളിലേക്ക് പോകൂല എന്ന് വിചാരിച്ചിട്ട് ചീത്ത കാര്യങ്ങൾ ഈ ഒരു റമളാൻ മാസത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുക. കാരണം എത്രയൊക്കെ ഗൗരവമുള്ള സമയങ്ങളാണ് ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ കിടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ഓരോ സമയവും നമ്മളുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും പാട്ടുകൾ ആസ്വദിച്ചിട്ടോ അതുപോലെ തന്നെ മറ്റ് സിനിമകളോ സീരിയലുകളോ കണ്ടിട്ട് നമ്മുടെ സമയങ്ങളെ പാഴാക്കാതിരിക്കുക. ഈ റമളാൻ മാസത്തിൽ നമ്മൾ പരിപൂർണമായിട്ടുള്ള റബ്ബിലേക്ക് അടുക്കാനും നമ്മളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാനും ശ്രമിക്കുക കൂടെ ചെയ്യുക. എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട് കേട്ടോ, തറാവീഹ് നിസ്കാരം അവിടെ പള്ളിക്ക് നടക്കുമ്പോൾ ഇവിടെ ഈ പീടികയിൽ ഇരുന്നിട്ട് ചായയും അതുപോലെ തന്നെ ഗെയിംസൊക്കെ കളിക്കുന്ന ചെറുപ്പക്കാർ. ഞാൻ ആലോചിച്ച് പോകും. കാരണം തറാവീഹാണ് നടക്കുന്നത് അവിടെ പള്ളിയിൽ ജമാഅത്തായിക്കൊണ്ട്. എത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് ഇവർ ഈ കളിച്ച് തീർക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഉപ്പമാരെ അതുപോലെ തന്നെ സഹോദരങ്ങളെ ആ രീതിയിൽ കാണാറുണ്ട്. വെറുതെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് മറ്റുള്ളവരെ പച്ചക്ക് തിന്ന് നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്, സ്ത്രീകളെയും കാണാറുണ്ട്. ഒരിക്കലും ഈ ഒരു റമളാൻ മാസം നമ്മൾ അത്തരത്തിൽ ഉപയോഗപ്പെടുത്താതിരിക്കുക. നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ അമലുകൾ ചെയ്തിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാറില്ലേ. ഇനി ഏതാണ് ആ അമല് എന്ന് നമുക്കൊന്ന് നോക്കാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി. ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സ്വലാത്തുണ്ടല്ലോ, ഇതിനെ നമ്മൾ ദിവസവും 300 തവണ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അല്ല, നിങ്ങൾക്ക് ഈ ഒരു റമളാൻ മാസം അവസാനമാകുവോളം ഈ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ ഒരു സ്വലാത്തിന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി എന്നുള്ള ഈ മഹത്തായിട്ടുള്ളതിനെ 1000 തവണ ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും എത്ര ഇടങ്ങേറ് പിടിച്ച കാര്യമാണെങ്കിലും അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അതേപോലെ തന്നെ ഇത്തരം അറിവുകളെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.